നമസ്കാരം. ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സുക്കോത്ത് എന്ന യഹൂദ ഉത്സവത്തെക്കുറിച്ചാണ്. കുറച്ച് ശ്രദ്ധേയമായ കാര്യങ്ങൾ ഗാഡി എഫ്രൈം നോട്ട്സിൽ നിന്നും പിന്നെ ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണലിൽ നിന്നുമുള്ള വിവരങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ കേൾക്കുന്നതെന്താ? സുക്കോത്ത്, മരുഭൂമിയിലെ ആ യാത്രയുടെ ഒരു ഓർമ്മ, അല്ലേ? എന്നാൽ ഈ ഉറവിടങ്ങൾ പറയുന്നത് അതിനപ്പുറം വലിയൊരു ആഗോള അർത്ഥം ഈ ഉത്സവത്തിനുണ്ട് എന്നാണ്. നിങ്ങൾക്കായി ഈ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കാം. അതെ, ശരിയാണ്. ഈ രേഖകളൊക്കെ സുക്കോത്തിനെ കാണുന്നത്, അതായത് 70 രാഷ്ട്രങ്ങളുടെ ഒരു ഐക്യം, പിന്നെ മിശിഹായുടെ കാലം, അതിലേക്കുള്ളൊരു വാതിലായിട്ടാണ്. അപ്പോൾ ഇതൊരു വെറും ഓർമ്മ പുതുക്കലല്ല, മറിച്ച് ദൈവിക സാന്നിധ്യം, നമ്മൾ ഷെഖിന എന്ന് പറയില്ലേ, അതിനെക്കുറിച്ചുള്ളൊരു ആഴത്തിലുള്ള ബോധ്യം, പിന്നെ ആഗോള വീണ്ടെടുപ്പ്, ഗെഉല, അതിൻ്റെ ഒരു വെളിച്ചം, അതാണ് ഈ ഉത്സവം തരുന്നതെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി. അപ്പോൾ ആദ്യം തന്നെ ഈ സുക്കോത്തും ദൈവിക സംരക്ഷണവും, മരുഭൂമിയിലെ ആ അത്ഭുതയാത്ര, ആ ഒരു അസാധാരണ സംരക്ഷണം, അതൊക്കെ ഓർമ്മിപ്പിക്കുന്നു എന്നത് അത് ശരിയാണ്. പക്ഷേ ഈ ഗാഡി എഫ്രൈം നോട്ട്സ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഈ സംരക്ഷണം അത് അന്ന് കഴിഞ്ഞുപോയ ഒന്നല്ല. അത് യമുന, അതായത് വിശ്വാസം വഴി ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് പോലും. അതേസമയം ബെയ്ത്ത് ഇസ്രയേൽ പഠനങ്ങൾ സുക്കോത്തിനെക്കുറിച്ച്, അതായത് കൂടാരത്തെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമാണ്. അതൊരു വെറും താൽക്കാലിക വീടല്ല. മിശിഹായുടെ കാലത്ത് ലോകത്തെ മുഴുവൻ പൊതിയാൻ പോകുന്ന മഹത്വത്തിന്റെ മേഘങ്ങളില്ലേ, അതിന്റെ ഒരു പ്രതീകം കൂടിയാണ്. ഒരു തരം ആത്മീയ ഗർഭപാത്രം പോലെ. ഓഹോ, അപ്പൊ ഈ ചെറിയ കൂടാരം ശരിക്കും ഭാവിയുടെ ഒരു സൂചനയാണെന്നാണോ? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പാകുന്നതല്ലേ? റബ്ബി സാഡോക് ഹക്കോഹൻ പറയുന്നത് സുക്കോ ഒരു ദൈവീക ആശ്ലേഷമാണെന്നാണ്. മിശിഹായുടെ കാലത്ത് ഇതെല്ലാ ജനതകളിലേക്കും എത്തുമത്രേ. ഗാഡ് എഫ്രൈം പറയുന്നത് ഈ ഭാവിയിലെ ആഗോള ഐക്യം, അതിന്റെ വിത്ത് ഇപ്പോഴേ സുക്കോത്തിലുണ്ട് എന്നാണ്. അപ്പോ നമ്മൾ കൂടാരത്തിലിരിക്കുന്നത് ഈ ഒരു പ്രവചന കാഴ്ചപ്പാടിൽ പങ്കുചേരൽ കൂടിയാണ്. തീർച്ചയായും ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ കാണുമ്പോൾ ബെയ്ത്ത് ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സുക്കോത്തിലെ ആ 4 തരം സസ്യങ്ങൾ, 4 സ്പീഷീസ് എന്ന് പറയും, പിന്നെ ഉഷ്പിസിൻ, ഈ 7 ദിവ്യ അതിഥികൾ, ഇവരെല്ലാം ഈ ഒരു സാർവത്രിക ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉഷ്പിസിൻ, ആ പേര് കൊള്ളാലോ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോവ്, മോശ, അഹ്റോൻ, യോസേഫ്, ദാവീദ്, ഈ 7 പേര് ഓരോ ദിവസവും അതിഥികളായി സുക്കയിൽ വരും എന്നൊരു വിശ്വാസമുണ്ട്. സോഹാർ ഗ്രന്ഥം അടിസ്ഥാനമാക്കിയാണ് ഇത് ഗാഡി എഫ്രൈം നോട്ട്സ് പറയുന്നത്. ഇവർ വെറും ചരിത്രപുരുഷന്മാരല്ല, വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിൽ ഇപ്പോഴും സജീവമായി ഇടപെടുന്നവരാണ് എന്നാണ്. ഓരോരുത്തരും ഓരോ പ്രത്യേക ആത്മീയ ഗുണം കൊണ്ടുവരും. ചെസദ് മുതൽ മൽക്കൂത്ത് വരെ, അതെ, സ്നേഹദയ മുതൽ രാജത്വം വരെ. ബെയ്ത്ത് ഇസ്രായേൽ 5785 ഇവരെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഈ രേഖകളിൽ പറയുന്നുണ്ട്. ഈ ഉഷ്പിസിൻ എന്ന ആശയം ശരിക്കും വളരെ ആഴമുള്ളതാണ്. യഹൂദ ചിന്തയനുസരിച്ച് ഇവർ താഴെയുള്ള 7 സെഫറോത്തുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ദൈവിക ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ പ്രകാശം ലോകത്തിലേക്കൊഴുകുന്ന 10 ചാനലുകളിൽ 7 എണ്ണം. ഈ അതിഥികൾക്കും അവർ കൊണ്ടുവരുന്ന ഗുണങ്ങൾക്കും പണ്ട് യെരുശലേം ദേവാലയത്തിൽ ബെയ്ത്ത് ഹമിദ്ദാഷിൽ അർപ്പിച്ചിരുന്ന 70 കാളകളുമായി ഒരു ബന്ധം കാണുന്നുണ്ട്. ഈ 70 കാളകൾ ലോകത്തിലെ 70 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും പിന്നെ തോറയ്ക്ക് 70 മുഖങ്ങളുണ്ട് എന്ന ആശയവുമായും ഇതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്നത് ഈ അതിഥികൾ വെറും സന്ദർശകരല്ല, അവർ ദൈവീക ചൈതന്യം ലോകരാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുതരം മീഡിയേറ്റേഴ്സാണ്. തോറയുടെ ആഴത്തിലുള്ള ജ്ഞാനം എല്ലാവർക്കുമായി തുറന്നു കാട്ടുന്നു എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. അതെ, കൃത്യമായി. സോഹാർ പറയുന്നത് സുക്ക സിലാദെ മെഹൈമുദ ആണ്, അതായത് വിശ്വാസത്തിന്റെ തണൽ. ഒരാൾ സുക്കയിലിരിക്കുമ്പോൾ ഷെഗിന, അതായത് ദൈവിക സാന്നിധ്യം, അതായത് ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു എന്ന ആ അനുഭവം, അത് അവരെ പൊതിയുന്നു. അപ്പോൾ ഈ ഉന്നതരായ അതിഥികൾ ഇറങ്ങിവരുന്നു. ഈ അതിഥികളെ സ്വീകരിക്കുന്നത് പ്രവാചകന്മാർ പറഞ്ഞ ദാവീദിന്റെ വീണുപോയ സുക്ക പുനർനിർമ്മിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്.
ഇത് മിഷിഹ ബെൻ ദാവീദ് വെളിപ്പെടുത്തുന്ന സമാധാനത്തിന്റെ സുക്ക ആണെന്നും ഈ പഠനങ്ങൾ പറയുന്നു. കൊള്ളാം. ഒരു സാധാരണ കൂടാരം പണിയുന്നതിന് പിന്നിൽ ഇത്രയും വലിയൊരു കോസ്മിക് വിഷൻ ഉണ്ടെന്നത് വിശ്വസിക്കാൻ പ്രയാസം. അപ്പോ ആ ഏഴാമത്തെ അതിഥി ദാവീദ് രാജാവ്, അദ്ദേഹത്തിന്റെ വരവൊരു ക്ലൈമാക്സ് പോലെയാണല്ലേ? ഒരു കിരീടധാരണം. അദ്ദേഹം മിഷിഹ ബെൻ ദാവീദിന്റെയും ലോകത്തിൽ ദൈവിക രാജത്വം തിരികെ സ്ഥാപിക്കുന്നതിന്റെയും പ്രതീകമാണ്. അപ്പോ ഈ ദാവീദിന്റെ വീണുപോലെ സുക്ക എന്നത് ശരിക്കും ഒരു കെട്ടിടമല്ല, മറിച്ച് ദൈവത്തിന്റെ അധികാരത്തിൻ കീഴിൽ ഒന്നിച്ചൊരു ലോകം, അതിന്റെ ഒരു ആത്മീയ ഘടനയാണ്. അതെ, ശരിയാണ്. അതുകൊണ്ടാണ് സുക്കോത്തിലെ ആ സന്തോഷം അത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്. ഈ ഉത്സവം അറിയപ്പെടുന്നത് തന്നെ സ്മാൻ സിംചദേനു എന്നാണ്, നമ്മുടെ സന്തോഷത്തിന്റെ കാലം. രാംബാം മൈമോണിഡീസ് പഠിപ്പിക്കുന്നത് ഈ സന്തോഷം അത് ദിവ്യ പ്രചോദനം കിട്ടാൻ നമ്മുടെ ഹൃദയം തുറക്കാൻ സഹായിക്കും എന്നാണ്. റെബെ നച്മാൻ പറയുന്നത് ഈ സന്തോഷം പ്രവാസത്തിന്റെ, ആ എക്സൈലിന്റെ കെട്ടുകൾ പൊട്ടിച്ച് വീണ്ടെടുപ്പിന്റെ വെളിച്ചം കൊണ്ടുവരുമെന്നാണ്. ഗാഡി എഫ്രൈം വിശദീകരിക്കുന്നത് ഇത് വെറുമൊരു ഫീലിംഗ് അല്ല, അതൊരു ആത്മീയ ഊർജമാണ്. ലോകത്തെ ആ അന്തിമ ഗൗലായ്ക്ക് വീണ്ടെടുപ്പിനായി ഒരുക്കുന്ന ഒന്നാണ്. ഈ സന്തോഷവും ഈ വീണ്ടെടുപ്പുമൊന്നും ഇസ്രയേൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും ഈ പഠനങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ 70 കാളകൾ 70 രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്ന്. അത് ഓർക്കണം. ഹുഷ്പിസിന്റെ സ്വാധീനം അതെല്ലാ മനുഷ്യരിലേക്കും എത്തുന്നു. ഭാവിയിൽ മിശിഹായിലൂടെ പ്രകാശം, ഈ വെളിച്ചം എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ഒഴുകുമെന്നാണ് സോഹാർ പോലെയുള്ള ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു സാർവത്രികമായ വീണ്ടെടുപ്പിന്റെ ചിത്രമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രേഖകൾ അനുസരിച്ച് സുക്കോത്ത് എന്നത് ഒരു പഴയകാല ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് ഭാവി രൂപപ്പെടുത്തുന്ന ഒന്നാണ്. ആഗോളമായ വീണ്ടെടുപ്പിലും ഐക്യത്തിലും നിങ്ങളെയും സജീവമായി പങ്കാളിയാക്കുന്ന ഒരു ഉത്സവം. ലോകത്തിന്റെ സുരക്ഷിതത്വ ചിന്തകൾക്കപ്പുറം ദൈവീക സംരക്ഷണത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. വൈവിധ്യങ്ങൾക്കിടയിലും ഒന്നിക്കാൻ, ലോകത്തിനു മുഴുവൻ അനുഗ്രഹം നൽകാൻ, എല്ലാത്തിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഗാഡ് എഫ്രൈം നോട്ട്സും ബെയ്ത്ത് ഇസ്രയേൽ ഇന്റർനാഷണലും പറയുന്നത് ഓരോ സുക്കയിലും വീണ്ടെടുക്കപ്പെട്ട ഒരു ലോകത്തിന്റെ സാധ്യതയുണ്ട് എന്ന ചിന്തയാണ്. ശരിയല്ലേ? അതെ. ഈ ഉറവിടങ്ങൾ നൽകുന്ന ഒരു പ്രധാന ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം ഇതാണ്: ഒരു കൂടാരം പണിയുക, അതിൽ താമസിക്കുക, ഇതൊരു ഭൗതിക പ്രവൃത്തിയാണ്. പക്ഷെ അത് വെറും പ്രതീകാത്മകമല്ല, അതൊരു ആത്മീയ വാതിൽ തുറക്കലാണ്. ദൈവീക സാന്നിധ്യത്തിന്, ഷെഖീനയ്ക്ക് ഒരു സിംഹാസനം ഒരുക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാം: വരാനിരിക്കുന്നൊരു ആഗോള ഐക്യത്തിനു വേണ്ടി ഇങ്ങനെ ഭൗതികമായ ഒരു പ്രവൃത്തിയെ, കൂടാരം പണിയൽ, ആത്മീയമായൊരു തലവുമായി ദിവ്യ സാന്നിധ്യം ക്ഷണിക്കൽ, ബന്ധിപ്പിക്കുന്ന ആചാരങ്ങൾ, അതിൻ്റെയൊക്കെ പശ്ചാത്തലം എന്തു തന്നെയായാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിനെന്ത് പ്രസക്തി ഉണ്ടാവാം? അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.